കുറച്ച് തുളസിയില എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് അതിൻ്റെ ഒരു പച്ച കളർ ആവുന്നവരെ തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി 2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ ചായ നല്ല തിക്കായിട്ട് വരണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് കുറച്ച് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക. നല്ല ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരല്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ചായയുടെ ആ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു രാത്രി മുഴുവൻ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു ഓവർനൈറ്റ് വെച്ചുള്ള ഈ ഒരു ഹെയർ പാക്ക് ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നീലമരീൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തുന്ന സമയത്താണ് മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുക കേട്ടോ. അപ്പം നിങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ നീലമരി തന്നെ എടുക്കുക. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി നരച്ച മുടിയിലേക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലമുടിയിൽ എണ്ണയോ അതേപോലെ തന്നെ അഴുക്കോ ഒന്നും ഉണ്ടാവരുത്. എന്നിട്ട് മുഴുവനായിട്ട് ആ നരച്ച മുടി കവർ ചെയ്യുന്ന പോലെ രീതിയിൽ വെച്ചതിന് ശേഷം 2.5 മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളർ കിട്ടും കേട്ടോ.